അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ സീറ 12ാമത്തെ പാഠഭാഗമാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഓസവാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സ്വദേശം വെടിഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്തിട്ടും സ്വസ്ഥമായി ജീവിക്കാനും ഇസ്ലാമിക പ്രബോധനം നടത്താനും മുശ്രിക്കുകൾ അനുവദിച്ചില്ല. അവർ മദീനയിലെ ജൂതന്മാരെ കൂട്ടുപിടിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ധനശേഖരണം നടത്തുന്നതിന് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ കച്ചവട സംഘങ്ങളെ നിയോഗിച്ചു. അവരെ തടയാൻ 300-ൽ പരം സ്വഹാബാക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു. ഈ വിവരമറിഞ്ഞ അബൂ ജഹൽ 1000-ഓളം സൈനികരുമായി മക്കയിൽ നിന്ന് പുറപ്പെട്ടു. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം കടൽ തീരം വഴി രക്ഷപ്പെട്ടു. എന്നാൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്ത അബൂ ജഹൽ സൈന്യസമേതം മദീനയെ ലക്ഷ്യമാക്കി നീങ്ങി. അതുവരെ യുദ്ധത്തിന് മുസ്ലിങ്ങൾക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. ഈ അവസരത്തിൽ തിരിച്ചടിക്കാൻ അള്ളാഹു അനുവാദം നൽകി. അങ്ങനെ അബൂ ജഹലിൻ്റെ സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ബദറിൽ വെച്ച് നേരിട്ടു. അതാണ് ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം. ഓസ്വത്തു ബദർ. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബദർ. മദീനയ്ക്ക് പുറത്തു വെച്ച് അബൂ ജഹലിനെ നേരിടാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ദേശം. ഖുറൈശി സൈന്യവും ബദറിലെത്തി. ഹിജ്റ 2-ാം വർഷം റമളാൻ മാസത്തിലായിരുന്നു അത്. റമളാനിലെ നോമ്പ് ഫർളാക്കപ്പെട്ടതും ആ വർഷമായിരുന്നു. റമളാൻ 17 ഇരു സംഘവും ബദറിൽ വെച്ച് ഏറ്റുമുട്ടി. ആൾബലവും ആയുധങ്ങളും കുറവായിരുന്ന മുസ്ലിങ്ങളുടെ ഈമാനിൻ്റെ ശക്തിക്ക് മുന്നിൽ സർവസജ്ജരായിരുന്ന ഖുറൈശി സൈന്യം പരാജയപ്പെട്ടു. ഉമയ്യ, ഷെയ്ബ, അബൂജഹൽ അടക്കം 70 പേർ അവരിൽ നിന്നും കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങളിൽ നിന്ന് 14 പേർ ഷഹീദായി. ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് ആധാരമായ നിർണായക യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അതിൽ പങ്കെടുത്ത സ്വഹാബാക്കളാണ് ബദരീങ്ങൾ. അവർക്ക് അള്ളാഹു ഉന്നത സ്ഥാനം നൽകി ആദരിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 2. ഓസ്വത്ത് ഉഹദ്. ബദറിലെ പരാജയത്തിന് പകരം വീട്ടാനായി വലിയ യുദ്ധസന്നാഹങ്ങളുമായി മുശ്രിക്കുകൾ വീണ്ടും മദീനയിലേക്ക് പുറപ്പെട്ടു. ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസത്തിലായിരുന്നു അത്. ശത്രുക്കൾ 3000 പേരുണ്ടായിരുന്നു. അവരെ നേരിടാനായി 700-ഓളം സ്വഹാബത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു. ഉഹദ് മലയുടെ അടിവാരത്തിൽ മുസ്ലിം സൈന്യം നിലയുറപ്പിച്ചു. മലയുടെ മർമ്മസ്ഥാനത്ത് അമ്പെയ്ത്തൽ വിദഗ്ധരായ 50 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചിരുന്നു. ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാതെ അവിടെ നിന്ന് മാറരുതെന്ന് അവിടുന്ന് അവരോട് കൽപ്പിച്ചിരുന്നു. യുദ്ധം ശക്തമായി. ശത്രുക്കൾ പരാജയപ്പെട്ടോടി. യുദ്ധം അവസാനിച്ചുവെന്ന് വിചാരിച്ച് ആ സംഘം അനുവാദമില്ലാതെ മലയിൽ നിന്നിറങ്ങി. ഈ അവസരം നോക്കി ശത്രുക്കൾ തിരിച്ചുവന്ന് ആക്രമണം നടത്തി. 70 സ്വഹാബികൾ ഷഹീദാകുകയും മുസ്ലിങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിക്കുകയുമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പാലിക്കാതിരുന്നതാണതിനു കാരണം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉഹദ് മല നമ്മെ ഇഷ്ടപ്പെടുന്നു, നാം അതിനെയും ഇഷ്ടപ്പെടുന്നു. ഇത് കഴിഞ്ഞ പാഠത്തിലും നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. ഓസ്വത്തുൽ ഖന്ദഖ്. നിരന്തരം മുസ്ലിങ്ങളോട് പരാജയപ്പെട്ട ഖുറൈശികൾ മറ്റു പല ഗോത്രക്കാരും മദീനയിലെ ജൂതന്മാരുമായി ചേർന്ന് വലിയൊരു സേനയുണ്ടാക്കി. ഹിജ്റ 5-ാം വർഷം ശവ്വാലിൽ 10,000 പേരടങ്ങുന്ന ഈ സഖ്യസേന മദീനയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3000 സ്വഹാബത്തുമായി അവരെ നേരിടാനിറങ്ങി. കൂടിയാലോചനാ സമയത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പുതിയൊരു നിർദ്ദേശം വെച്ചു. ശത്രുക്കൾക്ക് കടക്കാനാവാത്ത വിധം അതിർത്തിയിൽ കിടങ്ങു കുഴിക്കുക. ഈ യുദ്ധതന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ചേർന്ന് ആഴവും വീതിയുമുള്ള കിടങ്ങു കുഴിച്ചു. സുൽഹുൽ ഹുദൈബിയ. ഹിജ്റ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500-ഓളം സ്വഹാബത്തുമായി ഉംറ നിർവഹിക്കാൻ മക്കയിലേക്ക് പുറപ്പെട്ടു. ഖുറൈശികൾ തടയുമെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയ എന്ന സ്ഥലത്ത് തങ്ങുകയും ഉംറ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നറിയിക്കാൻ
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് അയച്ചു. അദ്ദേഹം മടങ്ങിയെത്താൻ വൈകുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ ഒരു മരച്ചുവട്ടിൽ ഒരുമിച്ച് കൂട്ടി ഇപ്രകാരം പ്രതിജ്ഞയെടുത്തു: ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തത്തിനു പകരം ചോദിക്കുമെന്നും മരണം വരെ ശത്രുക്കളോട് പോരാടുമെന്നുമായിരുന്നു പ്രതിജ്ഞ. ഇത് ബൈഅത്തുർ റിളവാൻ എന്നറിയപ്പെടുന്നു. അപ്പോഴേക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മടങ്ങിയെത്തി. ഖുറൈശികൾ സന്ധി സംഭാഷണത്തിന് ആളെ അയക്കുകയും ചെയ്തു. ഹുദൈബിയയിൽ വെച്ചുണ്ടാക്കിയ പ്രസ്തുത കരാർ സുൽഹുൽ ഹുദൈബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. കരാർ പ്രകാരം ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങിപ്പോകുകയും പിറ്റേ വർഷം മക്കയിൽ വന്ന് ഉംറ നിർവഹിക്കുകയും 3 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. ഫതഹു മക്ക, മക്ക വിജയം. ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേഗതയേറി. വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തുകൾ എഴുതി. അറേബ്യയ്ക്ക് പുറത്തേക്ക് ഇസ്ലാം പടരുകയും ശക്തിപ്പെടുകയും ഉണ്ടായി. കരാർ വ്യവസ്ഥകൾ ഖുറൈശികൾ തന്നെ ലംഘിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് 10,000-ലധികം അനുയായികളോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രവേശിച്ചു. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കെല്ലാം മാപ്പ് നൽകി. അവരിലധികം പേരും മുസ്ലിങ്ങളായി. ഒരു ബലപ്രയോഗവുമില്ലാതെയായിരുന്നു മക്ക വിജയമുണ്ടായത്. പരിശുദ്ധ കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം നീക്കി ശുദ്ധീകരിച്ചു. ഹിജ്റ 8-ാം വർഷം റമളാൻ മാസത്തിലായിരുന്നു മക്ക വിജയമുണ്ടായത്. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു: ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, തീർച്ചയായും നാം താങ്കൾക്ക് വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയിൽ വന്നു? ഒസ്വത്ത് ബദർ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് എന്താ പറഞ്ഞത്? ഒസ്വത്ത് ഉഹദ് യുദ്ധത്തിനെ കുറിച്ചും പറഞ്ഞു അല്ലേ? ഈ 2 യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ പിന്നെ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? ഒസ്വത്തുൽ ഖന്ദഖിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? പിന്നീട് സുൽഹുൽ ഹുദൈബിയയെക്കുറിച്ച് പറഞ്ഞു. ഫതഹു മക്ക വിജയത്തിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ? ഉത്തരം എഴുതുക. 1. ബദർ യുദ്ധം നടന്നത് എന്നാണ് ബദർ യുദ്ധം നടന്നത്? ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നായിരുന്നു ബദർ യുദ്ധം നടന്നത്. 2. ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം എത്ര? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിം സൈന്യം എത്രയായിരുന്നു? 300-ൽ പരം സ്വഹാബാക്കളായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 313 ബദരീങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. 313 കേട്ടോ, കറക്റ്റ്. 300-ൽ പരം എന്നാണ് നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ബദറിൽ ഷഹീദായവർ എത്ര പേരായിരുന്നു? 14 പേർ. 4. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ എണ്ണം എത്ര? ഉഹദ് യുദ്ധത്തിൽ എത്ര ശത്രുക്കൾ ഉണ്ടായിരുന്നു? ശത്രുക്കൾ 3000 പേരുണ്ടായിരുന്നു. 5. ഉഹദിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ എന്തായിരുന്നു? നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിബിതങ്ങളുടെ അറിയിപ്പുണ്ടാകുന്നത് വരെ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല, നാം മലയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ അത് ലംഘിച്ച് ഉഹദ് മലയുടെ അടിവാരത്തിൽ മുസ്ലിം സൈന്യം നിലയുറപ്പിച്ചു. മലയുടെ മർമ്മസ്ഥാനത്ത് അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചിരുന്നു. ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാതെ അവിടെ നിന്ന് മാറരുതെന്ന് അവിടുന്ന് അവരോട് കൽപ്പിച്ചിരുന്നു. യുദ്ധം ശക്തമായി. ശത്രുക്കൾ പരാജയപ്പെട്ടോടി. യുദ്ധം അവസാനിച്ചു എന്ന് വിചാരിച്ച് ആ സംഘം അനുവാദമില്ലാതെ മലയിൽ നിന്നിറങ്ങി. ഈ അവസരം നോക്കി ശത്രുക്കൾ തിരിച്ചുവന്ന് ആക്രമണം നടത്തി. 70 സഹാബികൾ ഷഹീദാകുകയും മുസ്ലിങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിക്കുകയും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പാലിക്കാതെ ഇരുന്നതാണ് അതിന് കാരണം. 6. ഖന്ദഖ് എന്നാൽ എന്ത്? ഖന്ദഖ് എന്നാൽ എന്താണ്? കിടങ്ങ്. 7. ഖന്ദഖ് യുദ്ധം നടന്ന വർഷം ഏത് വർഷമാണ് ഖന്ദഖ് യുദ്ധം നടന്നത്? ഹിജ്റ 5-ാം വർഷം ഷവ്വാലിലാണ് ഖന്ദഖ് യുദ്ധം നടന്നത്. 8. ഖന്ദഖ് യുദ്ധത്തിൽ മുസ്ലിം സൈന്യം എത്ര? ശത്രു സൈന്യം എത്ര? ഖന്ദഖ് യുദ്ധത്തിൽ മുസ്ലിം സൈന്യം എത്രയായിരുന്നു?
3000 സ്വഹാബത്തുക്കളായിരുന്നു മുസ്ലിം സൈന്യം. എത്രയായിരുന്നു ശത്രുക്കൾ? 10,000 പേരടങ്ങുന്ന ശത്രുസേനയായിരുന്നു അല്ലേ? 3000 സ്വഹാബത്താണ് ഉണ്ടായിരുന്നത്, 10,000 പേര് ശത്രുക്കളായിരുന്നു. 10. ഫതഹു മക്ക, അതായത് മക്ക വിജയം നടന്നത് എപ്പോൾ? മക്ക ഫതഹ് എപ്പോഴായിരുന്നു നടന്നത്? മക്ക വിജയം നടന്നത് എപ്പോഴാണ്? ഹിജ്റ 8-ാം വർഷം റമളാൻ മാസത്തിലായിരുന്നു മക്ക വിജയം ഉണ്ടായത്. അടുത്തത് വിവരിക്കാം. ബൈഅത്തുർ റിളവാൻ. ഹിജ്റ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500ഓളം സ്വഹാബത്തുമായി ഉംറ നിർവഹിക്കാൻ മക്കയിലേക്ക് പുറപ്പെട്ടു. ഖുറൈശികൾ തടയുമെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയ എന്ന സ്ഥലത്ത് തങ്ങുകയും ഉംറ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നറിയിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹം മടങ്ങിയെത്താൻ വൈകുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബക്കളെ ഒരു മരച്ചുവട്ടിൽ ഒരുമിച്ച് കൂട്ടി ഇപ്രകാരം പ്രതിജ്ഞയെടുത്തു: ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തത്തിനു പകരം ചോദിക്കുമെന്നും മരണം വരെ ശത്രുക്കളോട് പോരാടുമെന്നുമായിരുന്നു പ്രതിജ്ഞ. ഇത് ബൈഅത്തുർ റിളവാൻ എന്നറിയപ്പെടുന്നു. പൂരിപ്പിക്കുക. 1. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളാണ് ബദരീങ്ങൾ. 2. ഹിജ്റ 3-ാം വർഷം ഡാഷ് മാസത്തിലായിരുന്നു ഉഹദ് യുദ്ധം? ശവ്വാൽ മാസത്തിൽ. 3. ഹുദൈബിയയിൽ വെച്ചുണ്ടാക്കിയ കരാർ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു? സുൽഹു ഹുദൈബിയ. ഹുദൈബിയ സന്ധിക്കു ശേഷം ഡാഷിൻ്റെ വളർച്ചയ്ക്ക് വേഗതയേറി, ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേഗതയേറി. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.